എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷൻ കൊണ്ട് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 7 of Pentacles, 4 of Cups, 7 of Cups, 3 of Wands, Hierophant, 6 of Wands, 3 of Swords, Chariot. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ഉൾവലിഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം സവിശേഷത കാണിക്കുന്ന ഒരു വർഷമായിരിക്കും. പൊതുവെ നിങ്ങൾ വളരെ ആക്റ്റീവ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളെ പോലെ, അതായത് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക, എല്ലാവരോടും ഒത്തിരി സംസാരിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി കാണപ്പെടുന്ന, അല്ലെങ്കിൽ പുറത്തൊക്കെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ചൊരു ഉൾവലിഞ്ഞു പോകാനുള്ള സാഹചര്യം, നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ 7 of Pentacles എനർജിയാണ്, അതോടൊപ്പം തന്നെ ഹെയറഫന്റ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി. ഇപ്പോൾ നിങ്ങൾ കരിയർ സംബന്ധിച്ചാണെങ്കിൽ, നിങ്ങളുടെ വർക്കിലാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്, നിങ്ങളുടെ ജോലി എന്താണോ അതിൽ വ്യാപൃതരായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളോ, അല്ലെങ്കിൽ ജോലി സ്ഥാപനത്തിൽ കൂട്ടുകെട്ടുകളോ, അല്ലെങ്കിൽ സൗഹൃദം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ നിങ്ങൾ ഒരു പക്ഷെ ഒരുമിച്ച് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പലയിടത്ത് ഒരുമിച്ച് പോവുക, പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്നു പലരും, എങ്കിൽ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ അധികം അങ്ങനെ എല്ലാവരുടെയും കൂടെ പുറത്തു പോവുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൂടുതൽ ജോലി സ്ഥലത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളോ മറ്റോ ജോലിയിൽ ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ലൈഫ്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് പേഴ്സണലായിട്ട് വയ്ക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു, നമ്മൾ പറയും സ്മോൾ ടോക്സ്, വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയാം, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ജോലിയുടെ കാര്യങ്ങൾ മാത്രം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൈറഫൻ്റ് എനർജിയാണ്. അപ്പോൾ എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എല്ലാത്തിനും ഒരു ബാലൻസ് വയ്ക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവേ എല്ലായിടത്തും വാചാലരായിരിക്കുന്നവരിൽ നിന്ന് ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വേറൊരു തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് ഭക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ അതല്ലാത്തവർ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ലഞ്ച് ബ്രേക്കോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലൊക്കെ ഒരുമിച്ചിരിക്കുവാണെങ്കിൽ പോലും ജോലിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ജോലിയിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിരിക്കും സംസാരിക്കുക. വീട്ടിലത്തെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിലേക്ക് വലിച്ചിടുന്നുണ്ടാവില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ചിരുന്നതിന് വ്യത്യാസമായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്, പക്ഷെ അവരൊന്നും അതുപോലെ മാറണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പൊതുവേ എല്ലാവരും പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ആകാം സാധ്യത. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതചര്യകളിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഔട്ട് ഗോയിങ് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ 4 of Cups എനർജി ആൻഡ് 6 of Wands എനർജിയാണത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അതും ആവാം ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞ്, അതായത് സ്പോർട്സ്, ആർട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം
ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധ മാറി കോൺസെൻട്രേഷൻ പോകാൻ, ഡിസ്ട്രാക്റ്റഡ് ആവാനൊക്കെ സാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉഴപ്പിയിട്ടാവരുത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചിട്ടായിരിക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾ ഇഷ്ടമാകുമോ, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ആ ഒരു രീതിയിൽ, കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാവും. നിങ്ങളുടെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ചിലപ്പോൾ ശനിയുടെ മാറ്റം വരുന്നത് നിങ്ങളുടെ ചിന്താഗതിയിലും രീതിയിലും ഒക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ പെരുമാറുന്ന രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ചിന്തയാണ് എപ്പോഴും. കാരണം ഈ ഒരു രീതിയിൽ ഇനി ഞാനിപ്പോൾ പെരുമാറുമ്പോൾ ആളുകൾക്ക് അങ്ങനത്തെയൊക്കെ ആളുകളുടെ ചിന്തകളെയൊക്കെ കുറിച്ചിട്ടുള്ള ടെൻഷനും അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 ഓഫ് വൺസ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അധികമൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും വേണ്ട സിറ്റുവേഷനിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സഹായിച്ച് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒത്തിരി യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരെ സമൂഹത്തിന് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു വരുന്ന വർഷം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷനോ അങ്ങനെയൊക്കെ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് സാമൂഹ്യ സേവനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയാണെങ്കിലും നിങ്ങൾ അധികം സംസാരമില്ല, പ്രവൃത്തിയാണ് കൂടുതലും. നിങ്ങൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്കായിട്ടാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്ന നിങ്ങൾ വളരെ സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. ഇപ്പോൾ വീടൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വർഷം വീടും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. വീട് വാങ്ങിക്കുക, വീട് വയ്ക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം ശരിയാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി മനസ്സിലുണ്ട്. നിങ്ങൾ കുറച്ച് പക്വത നിങ്ങളിലേക്ക് വരുന്നതും ആവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ എന്ന് പറയാം. ലൈഫ് എന്താണ് എന്നുള്ളത്, അതായത് പല അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളിലും ജീവിതം പുറകോട്ടേക്ക് നിങ്ങളെ വലിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ അതായത് ജീവിതം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിന്ന് കൊടുക്കാതിരിക്കും. നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ആ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ അതിനെ പറിച്ചു കളയുക. കാരണം ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനാവശ്യമായിട്ട് മനസ്സിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതായത് അവസരങ്ങളില്ല എന്നുള്ളതല്ല, നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട്, വിദ്യാഭ്യാസ സംബന്ധമായിട്ട്, ജീവിതത്തിൽ മുന്നേറാൻ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടേക്കോ ഒരു ആത്മവിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നിങ്ങളത് ആ ചിന്തയെ പിടിച്ചു നിർത്താതെ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ചില ആളുകളുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നു അടുത്തിടയ്ക്ക് എങ്കിൽ ആ പരാജയങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് നഷ്ടബോധങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നഷ്ടബോധങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞുപോയ കാലം അത് കഴിഞ്ഞുപോയ കാലമാണ്. അതൊരു അടഞ്ഞ അധ്യായമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഭയം കാണുന്നുണ്ടാവും. ഇതിനു മുമ്പ് ബിസിനസ് പൊട്ടിപ്പോയിട്ടുള്ളവരാണ് എങ്കിൽ പ്രത്യേകിച്ച്. പക്ഷേ 2025 കടക്കുമ്പോൾ അതൊരു കഴിഞ്ഞുപോയ കാലമായിട്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ജീവിതത്തിൽ ഒരിക്കൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് ഇനി ഒരിക്കലും വിജയിക്കില്ല എന്ന് ചിന്തിക്കാതിരിക്കാം. ജീവിതത്തിൽ വിജയിച്ച് കാണിച്ച ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ നിങ്ങൾക്കും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 ഓഫ് വോൺസ് എനർജിയാണ്. 3 ഓഫ് വോൺസ് എനർജി സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചാരിയറ്റ് മൊമെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. മുന്നേറ്റമാണ് ഈ ഒരു വർഷം നിങ്ങൾ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഈ 2024 നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്
അതിൽ നിന്ന് ഒത്തിരി മാറ്റം നിങ്ങളിലുണ്ടാകുന്നുണ്ട്. 2025 അവസാനിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു പൊസിഷനിൽ, ഒരു ഉയർന്ന പൊസിഷനിൽ, ഒരു ഉയർന്ന സ്ഥാനത്ത്, കുടുംബജീവിതത്തിലെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. ജോലി സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മൊത്തത്തിലൊരു മാറ്റം ജീവിതത്തിൽ, വളരെയധികം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് ഒത്തിരി ഉയരത്തിൽ സ്വന്തമായിട്ട് വീട്, മറ്റൊരു സ്ഥലത്തേക്കുള്ള താമസം മാറ്റുക, വിദേശ രാജ്യത്തേക്ക് പോകുന്ന സാഹചര്യം, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുക, വീട് വയ്ക്കുക, ഈ യോഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ്. ഈ പറഞ്ഞ പോലെ വിദേശവാസ യോഗം ഉണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോയിട്ട് അവിടെ എമിഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം, പ്രഗ്നൻസി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി പ്രശ്നങ്ങൾ, അതായത് ഒരു ശ്രദ്ധക്കുറവൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഉൾവലിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടെത്താനുള്ളൊരു ശ്രമം ആണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഉൾവലിഞ്ഞൊരു സാഹചര്യമല്ല, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നത് കൊണ്ടാണ്, മറ്റുള്ളവരിൽ നിന്ന് അകലുന്നത് കൊണ്ടല്ല, നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.